ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്, മുളക് ചമ്മന്തിയാണ്. അതിനാവശ്യമായ വറ്റൽമുളക്, ചെറിയ കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 15 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, കുറച്ച് കരിവേപ്പില. ഇത്രയും ഐറ്റമാണ് നമുക്കിന്ന് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഞ്ഞിൻ്റെ കൂടെയും അതുപോലെ തന്നെയാണ് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ എന്തിനും പറ്റിയ ഒരു ഐറ്റമാണ്. നമ്മൾ ആദ്യം ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് അത് നന്നായി വറുത്തെടുക്കണം. ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. ഏകദേശം ഒരു ചെറിയൊരു നമുക്ക് നോക്കിയാൽ മനസ്സിലായ രീതിയിലുള്ള വറുത്തെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് എൻ്റെ അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലിരിക്കുന്ന എണ്ണയിൽ തന്നെയാണ് നമുക്ക് ചെറിയ ഉള്ളിയും വാട്ടിയെടുക്കാൻ. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇടാം. ഇട്ട ശേഷം നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് ഇളക്കി വയ്ക്കാം. ഇത് ചെറിയ ചൂടിൽ വേണം നമുക്ക് ചെറുതായി വാട്ടിയെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇടാം. ഏകദേശം ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആഡ് ചെയ്യാം. അതും ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വാളംപുളിയും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആകുന്ന വരെ നമുക്ക് ഇളക്കാം. വാളംപുളി ഇട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കരിവേപ്പിലയും അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടുന്ന വരെ നമുക്ക് ഇളക്കാം. അതിനുശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു ജാർ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് അരച്ച് എടുക്കണം. മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അതേപോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് നന്നായി അരച്ചെടുക്കണം. നന്നായി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ശേഷം നന്നായി അരച്ചെടുക്കാം. ഇത് ഒരാഴ്ച വരെയൊക്കെ കേട് വരാണ്ട് നമുക്ക് കിട്ടും. നമ്മൾ അരച്ചിട്ട ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശനോടെയും ഇഡ്ഡലിനോടെയും അതുപോലെ പഴങ്കഞ്ഞിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ മുളക് ചമ്മന്തി. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോസുമായി നമുക്ക് കാണാം.